എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഭരണവും ഭരണരംഗവും എന്നുള്ള മൊഡ്യൂൾ പ്രകാരമുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അതിൽ നമുക്ക് KS ആൻഡ് SSR 1958, അതേപോലെ KSR 1959, അതേപോലെ സിവിൽ സർവീസ് റൂള്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള PSC ട്രെൻഡ്സ് എന്ന് ടെലഗ്രാം ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യം നമുക്ക് സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ച് നോക്കാം. സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സംസ്ഥാന സിവിൽ സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയാം. അതായത് സംസ്ഥാന ഗവൺമെൻറ് വകുപ്പിന് കീഴിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 309 അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമം സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ കേരള സിവിൽ സർവീസ് നിയമന സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാൻ കേരള ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 309. ഏതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309. സർക്കാർ സർവീസിലേക്കുള്ള നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവ മുൻകാല പ്രാബല്യത്തിലോ ഉടൻ പ്രാബല്യത്തിലോ നടപ്പിലാക്കുന്നത് നിയന്ത്രിക്കുവാൻ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്ന നിയമം 1968 സെപ്റ്റംബർ 17 മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ കേരള പബ്ലിക് സർവീസ് നിയമം നിലവിൽ വന്നതെന്നാണ് 1968 സെപ്റ്റംബർ 17. അപ്പോൾ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. അപ്പോൾ 1968 സെപ്റ്റംബർ 17 കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്നത്. സർക്കാർ സർവീസിലേക്കുള്ള നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവ മുൻകാല പ്രാബല്യത്തിലോ ഉടൻ പ്രാബല്യത്തിലോ നടപ്പാക്കുന്നത് നിയന്ത്രിക്കാൻ ചട്ടങ്ങൾ രൂപീകരിക്കാനാണ് കേരള പബ്ലിക് സർവീസ് ആക്ട് പ്രാബല്യത്തിൽ വന്നത്. 1968 സെപ്റ്റംബർ 17 കേരള പബ്ലിക് സർവീസ് ആക്ട് നിലവിൽ വന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഓരോ ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തിനും ഉണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്തിൽ ഒരു ഭരണ ഉദ്യോഗസ്ഥർ ആരുടെ കീഴിലാണെന്ന് ചോദിച്ചാൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിലാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥ വൃന്ദം പ്രവർത്തിക്കുന്നത്. അപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം ഓരോ സംസ്ഥാനത്തും ഉണ്ടായിരിക്കും. എല്ലാ സംസ്ഥാനങ്ങളിലും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് നിലവിലുള്ളത്. സംസ്ഥാന സർവീസുകളെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നിങ്ങനെ നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. സംസ്ഥാന സർവീസുകളെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നിങ്ങനെ 4 വിധത്തിൽ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഇതിൽ ക്ലാസ് 1 അതായത് ഗ്രൂപ്പ് എ, ക്ലാസ് 2 ഗ്രൂപ്പ് ബി സർവീസുകൾ ഗസറ്റഡ് റാങ്ക് ആയിരിക്കും, ഗസറ്റഡ് ആയിരിക്കും. അപ്പോൾ ഗസറ്റഡ് സർവീസുകളാണ് ക്ലാസ് 1 അല്ലെങ്കിൽ ഗ്രൂപ്പ് എ, ക്ലാസ് 2 അല്ലെങ്കിൽ ഗ്രൂപ്പ് ബി എന്നീ സർവീസുകൾ ഗസറ്റഡ് ആയിരിക്കും. ഗസറ്റഡ് ഉദ്യോഗസ്ഥർക്ക് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെക്കാൾ അധികമായി പല അധികാരങ്ങളും അവകാശങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ഗസറ്റഡ് ഉദ്യോഗസ്ഥരുടെ പ്രത്യേകത അവർക്ക് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥരെക്കാൾ അധികമായിക്കൊണ്ട് പല അധികാരങ്ങളും അതുപോലെ അവകാശങ്ങളും ഉണ്ടായിരിക്കും. 1951 അഖിലേന്ത്യാ സേവന നിയമപ്രകാരം IAS, IPS, IFS എന്നിവയിലെ സീനിയർ പോസ്റ്റുകളിലെ നിയമനത്തിൽ 33.1/3% വരാതെ സംസ്ഥാന സർവീസുകളിൽ നിന്നും പ്രമോഷനുകളിലൂടെ നടത്തേണ്ടതാണ്. അപ്പോൾ 1951 അഖിലേന്ത്യാ സേവന നിയമപ്രകാരം 1951 അഖിലേന്ത്യാ സേവന നിയമം വന്നത്. അപ്പോൾ 1951 അഖിലേന്ത്യാ സേവന നിയമപ്രകാരം IAS, IPS, IFS എന്നിവയിലെ സീനിയർ പോസ്റ്റുകളുടെ നിയമനത്തിന്
33.1/3% വരാതെ എന്ത് ചെയ്യണം, സംസ്ഥാന സർവീസുകളിൽ നിന്നും പ്രമോഷനുകളിലൂടെ നടത്തേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണെന്ത്, ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും അതുപോലെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കീഴിലുള്ള ഉദ്യോഗസ്ഥരും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇവരെല്ലാം കൂടി അടങ്ങുന്നതിനെയാണ് നമ്മൾ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് ആരാണ്? അഖിലേന്ത്യാ സർവീസ് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. സിവിൽ സർവീസ് ദിനം എന്നാണ്? ഏപ്രിൽ 21. സിവിൽ സർവീസ് ദിനം എന്നാണ്? ഏപ്രിൽ 21. ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനം എന്നാണ്? ഒക്ടോബർ 9. അപ്പോൾ ഇന്ത്യൻ ഫോറിൻ സർവീസ് അല്ലെങ്കിൽ IFSൻ്റെ ദിനം, ഫോറിൻ സർവീസ് ദിനം എന്നാണ്? ഒക്ടോബർ 9. സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. അപ്പോൾ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21 ഫോറിൻ സർവീസ് ദിനം എന്നാണ്? ഒക്ടോബർ 9. അപ്പോൾ രണ്ടും മാറിയത്. അടുത്തതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KAS. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KAS. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളം രൂപം നൽകിയതാണെന്ത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായിക്കൊണ്ട് കേരളം രൂപം നൽകിയതാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KAS എന്നുള്ളത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നതെന്നാണ്? 2018 ജനുവരി 1. പുതുവത്സരത്തിലാണ് നിലവിൽ വന്നത്, 2018. അപ്പോൾ 2018 ജനുവരി 1 KAS നിലവിൽ വന്നത്. KAS നിലവിൽ വന്നതെന്നാണ്? 2018 ജനുവരി 1 കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരള PSC അല്ലെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് KASലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ KAS നിലവിൽ വന്നത് 2018 ജനുവരി 1. ഇതിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാനിടയായ നിയമങ്ങൾ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2022 PSCയിൽ ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയായ നിയമങ്ങൾ ഏതൊക്കെയാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾ 1963. അപ്പോൾ 2 നിയമങ്ങളാണെന്ത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KAS രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമങ്ങൾ. ഏതൊക്കെയാണ് ആ നിയമങ്ങളെന്ന് ചോദിച്ചാൽ 1968 കേരള പബ്ലിക് സർവീസ് ആക്റ്റും 1963 കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂളുമാണ്. 1963 കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂളും 1968 കേരള പബ്ലിക് സർവീസ് ആക്റ്റും ഈ 2 നിയമങ്ങളാണ് എന്ത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് രൂപീകരിക്കാൻ ഇടയാക്കിയ നിയമങ്ങളെന്ന് പറയുന്നത്. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2(1) അടിസ്ഥാനപ്പെടുത്തിയാണെന്ത്? KAS അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്പെഷ്യൽ റൂൾ 2017 രൂപം നൽകിയത്. ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2(1) അടിസ്ഥാനപ്പെടുത്തിയാണെന്ത്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്പെഷ്യൽ റൂൾ 2017 രൂപം നൽകിയത്. സംസ്ഥാന സർവീസിലേക്ക് ഗ്രൂപ്പ് A ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന പരീക്ഷയാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ. അപ്പോൾ സംസ്ഥാന സർവീസിലേക്ക് ഗ്രൂപ്പ് A ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന പരീക്ഷയാണ് സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ നിയമനത്തിലേക്ക് ആദ്യത്തെ പരീക്ഷ നടത്തിയതെന്നാണ്? 2020. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ആദ്യത്തെ പരീക്ഷ നടത്തിയത് 2020. നിലവിൽ വന്നത് 2018 ജനുവരി 1. 2 വർഷത്തിന് ശേഷം 2020 ആദ്യ പരീക്ഷ നടത്തിയത്. KAS എന്ന ആശയം മുന്നോട്ട് വെച്ചത് 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. 3ാമത്തെ ഭരണപരിഷ്കാര കമ്മീഷനാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ KAS എന്ന ആശയം മുന്നോട്ട് വെച്ചത്.
കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാരാണ്? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാരാണ്? ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറുമാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറുമാണ്. KSലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറുമാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ. അടുത്തത് നമുക്ക് ചീഫ് സെക്രട്ടറിയെ കുറിച്ച് നോക്കാം. ചീഫ് സെക്രട്ടറിമാരെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണെന്ത് ചീഫ് സെക്രട്ടറിമാരെ നിയമിക്കുന്നത്. കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ആര്? ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ പൊതുവെ ഇന്ത്യ ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമായ IAS ഓഫീസർമാരാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറിമാരായിട്ട് വരുന്നത് IAS ഓഫീസർമാരാണ്. അതെന്താണ്? ഇന്ത്യ ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമായി വരുന്ന IAS ഓഫീസർമാരാണെന്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരായിട്ട് വരാറുള്ളത്. കൂടാതെ ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 23-ാം സ്ഥാനത്താണ്. അപ്പോൾ ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ എത്രാമത്തെ സ്ഥാനത്താണ് ചീഫ് സെക്രട്ടറിമാർ? 23-ാമത്തെ സ്ഥാനത്താണ്. സംസ്ഥാന സിവിൽ സർവീസിൻ്റെ തലവനുമാരാണ്? ചീഫ് സെക്രട്ടറിയാണ്. നമുക്കറിയാം സംസ്ഥാന സിവിൽ സർവീസിൻ്റെ തലവനാരാണ്? ചീഫ് സെക്രട്ടറിയാണ്. ഉദ്യോഗസ്ഥരുടെ തലവനാരാണ്? ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാന ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശകനാരാണ്? ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ സംസ്ഥാനത്തെ ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശകനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി പദവി ആർമി സ്റ്റാഫ് വൈസ് ചീഫ് അല്ലെങ്കിൽ കമാൻഡർക്കും ഇന്ത്യൻ സായുധ സേനയിലെ ഫുൾ ജനറൽ റാങ്കിലുള്ള ഓഫീസർമാർക്കും തത്തുല്യമാരായ ഉദ്യോഗസ്ഥർക്കും തുല്യമാണ്. അപ്പോൾ നമ്മുടെ ചീഫ് സെക്രട്ടറി, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി പദവി എന്ന് പറഞ്ഞാൽ ആർമി സ്റ്റാഫ് ചീഫ് അല്ലെങ്കിൽ കമാൻഡർ, ഇന്ത്യൻ സായുധ സേനയിലെ ഫുൾ ജനറൽ റാങ്കിലുള്ള ഓഫീസർമാർ അല്ലെങ്കിൽ അവരുടെ തത്തുല്യ ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ റാങ്കിന് തുല്യമാണെന്ത് ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ചീഫ് സെക്രട്ടറിയെ ഭരണത്തിൻ്റെ ഒരു ലിഞ്ച് പിന്നായാണ് കണക്കാക്കുന്നത്. ചീഫ് സെക്രട്ടറിയെ നമ്മുടെ ഭരണത്തിൻ്റെ ഒരു ലിഞ്ച് പിന്നായിട്ടാണ് കണക്കാക്കുന്നത്. സംസ്ഥാന ചീഫ് സെക്രട്ടറി സംസ്ഥാന സിവിൽ സർവീസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് സംസ്ഥാന സിവിൽ സർവീസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. ആരാണ്? എക്സ് ഒഫീഷ്യോ ചെയർമാനാണ്. കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? NES രാഘവനാചാര്യാണ്. NES രാഘവനാചാര്യാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി. 1956 മുതൽ 60 വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം. 1956 മുതൽ 60 വരെ കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചതാരാണ്? MES രാഘവനാചാര്യാണ്. ആരാണ്? MES രാഘവനാചാര്യാണ്. ആദ്യ വനിത ആരാണ്? പത്മ രാമചന്ദ്രനാണ് ചീഫ് സെക്രട്ടറിയായ ആദ്യ വനിത. രണ്ടാമത്തെ വനിത ലിസി ജേക്കബാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറിയായ ആദ്യത്തെ വനിത പത്മ രാമചന്ദ്രനും രണ്ടാമത്തെ വനിത ലിസി ജേക്കബുമാണ്. മൂന്നാമത്തെ വനിത നീല ഗംഗാധരനാണ്. മൂന്നാമത്തെ വനിത ആരാണ്? നീല ഗംഗാധരനാണ്. ഇപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി NES രാഘവനാചാര്യാണ്. രണ്ടാമത്തെ ആൾ AG മേനോനാണ്. ആദ്യ വനിത പത്മ രാമചന്ദ്രനാണ്. രണ്ടാമത്തേത് ലിസി ജേക്കബാണ്. മൂന്നാമത്തേത് നീല ഗംഗാധരനാണ്. നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? നിലവിലെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി വി വേണു ആയിരുന്നു. വി വേണുവിൻ്റെ കാലാവധി അവസാനിച്ചു. തുടർന്ന് വന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് പുതിയ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് നിലവിലെ കേരളത്തിലെ ചീഫ് സെക്രട്ടറി. വി വേണു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ശാരദാ മുരളീധരനാണെന്ത് പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് വന്നത്. അപ്പോൾ നിലവിൽ ചീഫ് സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ശാരദാ മുരളീധരനായിരുന്നു. അതിൻ്റെ മുമ്പ് ആരായിരുന്നു? വി വേണുവായിരുന്നു. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് മാത്രം ആൻസർ കൊടുക്കുക. ഓപ്ഷനിൽ ശാരദാ മുരളീധരനും വേണുവിൻ്റെയും പേര് വന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ശാരദാ മുരളീധരൻ കൊടുക്കാം. ശാരദാ മുരളീധരൻ ഇല്ലാതെ വേണുവിൻ്റെ പേര് മാത്രമാണെങ്കിൽ വേറെ ഓപ്ഷൻ്റെ കൂടെ വരികയാണെന്നെങ്കിൽ നമുക്ക് വി വേണു എന്ന് കൊടുക്കാം. കാരണം അത് വേണു മാറുന്നതിന് മുമ്പ് ഇട്ട ചോദ്യം ആകാനാണ് സാധ്യത. ഇനി രണ്ട് പേരും കൂടി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? PSCക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ആ ചോദ്യം ഡിലീറ്റ് ആക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അടുത്ത ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. അപ്പോൾ ജില്ലാ കളക്ടറെ കുറിച്ച് നോക്കാം.
ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ എന്ന് പറയുന്നത്. കളക്ടറെ തിരഞ്ഞെടുക്കുന്നതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. അപ്പോൾ കളക്ടറെ തിരഞ്ഞെടുക്കുന്നതിനായി UPSC നടത്തുന്ന പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? സർവകലാശാല ബിരുദമാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല ബിരുദമാണ്. വിവിധ ജില്ലകളുടെ ഭരണ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ജില്ലാ കളക്ടറാണ്. അപ്പോൾ ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് ചോദിച്ചാൽ അതാരാണ്? ജില്ലാ കളക്ടറാണ്. വിവിധ ജില്ലകളുടെ ഭരണ നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ജില്ലാ കളക്ടറാണ്. വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥന്മാരാണ് ജില്ലാ കളക്ടറാണ്. അപ്പോൾ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥനാരാണ്? ജില്ലാ കളക്ടറാണ്. ആരാണ്? ജില്ലാ കളക്ടറാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായത് ആരാണ്? ചൂരായി കണാരനാണ്. 1859 കേരളത്തിലെ ദക്ഷിണ മലബാർ മേഖലയിലാണ്. ഇപ്പോൾ കേരളത്തിലെ ദക്ഷിണ മലബാർ മേഖലയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായത് ചൂരായി കണാരനാണ്. 1859 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായത് ചൂരായി കണാരനാണ്. കേരളത്തിൻ്റെ ദക്ഷിണ മലബാർ മേഖലയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തത്. വർഷം 1859. ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണെന്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടറായിട്ട് നിയമിതനായത്. ആരാണ്? ചൂരായി കണാരനാണ്. കേരളത്തിൻ്റെ ദക്ഷിണ മലബാർ മേഖലയിലാണ് അദ്ദേഹം ചുമതല ഏറ്റത്. ഭൂപരിഷ്കരണം, ഇലക്ഷൻ, റവന്യൂ, റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർ. ഭൂപരിഷ്കരണം, ഇലക്ഷൻ, റവന്യൂ, റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ഡെപ്യൂട്ടി കളക്ടറാണ്. ആരാണ്? ഡെപ്യൂട്ടി കളക്ടറാണ്. ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? സബ് കളക്ടറാണ് അല്ലെങ്കിൽ RDO. സബ് കളക്ടർ അല്ലെങ്കിൽ RDO ആണ് ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? സബ് കളക്ടർ അല്ലെങ്കിൽ RDO ആണ്. RDO എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? റവന്യൂ ഡിവിഷൻ ഓഫീസറാണ്. RDOയുടെ പൂർണ്ണരൂപം എന്താണ്? റവന്യൂ ഡിവിഷൻ ഓഫീസർ. RTO ഉണ്ട്, അത് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസറാണ്. ഇത് RDO എന്ന് പറഞ്ഞാൽ റവന്യൂ ഡിവിഷൻ ഓഫീസറാണ്. അപ്പോൾ ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? RDO അല്ലെങ്കിൽ സബ് കളക്ടറാണ്. ആരാണ്? RDO അല്ലെങ്കിൽ സബ് കളക്ടറാണ്. റവന്യൂ ഡിവിഷൻ ഓഫീസർ എന്നാണ് RDOയുടെ പൂർണ്ണ നാമം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് സർക്കാർ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് നോക്കാം. സർക്കാർ സെക്രട്ടേറിയറ്റാണ് അടുത്തത് നമുക്ക് നോക്കേണ്ടത്. അത് നോക്കാം. സർക്കാർ സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഓഫീസുകൾ, ചീഫ് സെക്രട്ടറി, സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ തലപ്പത്തുള്ള വിവിധ റാങ്കിലുള്ള സെക്രട്ടറിമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഭരണസിരാകേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? സെക്രട്ടേറിയറ്റാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഓഫീസുകൾ, ചീഫ് സെക്രട്ടറി, സെക്രട്ടേറിയറ്റ് വകുപ്പുകളിലെ തലപ്പത്തുള്ള വിവിധ റാങ്കുകളിലുള്ള സെക്രട്ടറിമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 44. അപ്പം നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 44. ഈ 44 വകുപ്പുകളിൽ ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള 42 ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയപ്പെടുന്നതാണ് ഭരണവകുപ്പ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 44 വകുപ്പുകളാണ്. ഇതിൽ ധനകാര്യം, നിയമ വകുപ്പുകൾ, ഈ 2 വകുപ്പുകൾ ഒഴികെയുള്ള 42 വകുപ്പുകളെ ചേർത്തുകൊണ്ടാണ് ഭരണവകുപ്പ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് നമ്മൾ പറയുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് സെക്രട്ടറിമാർ. അപ്പോൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ
ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരാരാണ്? സെക്രട്ടറിമാരാണ്. ഇപ്പോൾ 44 വകുപ്പുകളിൽ ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള 42 ഡിപ്പാർട്ട്മെൻറ്റുകൾ അറിയപ്പെടുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഭരണ വകുപ്പ് എന്ന് പറയുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരാരാണ്? സെക്രട്ടറിമാരാണ്. ആരാണ്? സെക്രട്ടറിമാരാണ്. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിക്കുന്നത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്? IAS കേഡറാണ്. അപ്പോൾ IAS കേഡറിലുള്ള ഉദ്യോഗസ്ഥരാണ് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിക്കുന്നത്. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവികൾ വഹിക്കുന്നത് ആരാണ്? IAS കേഡറുള്ള ഉദ്യോഗസ്ഥരാണ്. IAS കേഡറുള്ള ഉദ്യോഗസ്ഥരാണ്. സ്പെഷ്യൽ സെക്രട്ടറിമാർ, അഡീഷണൽ സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, ഡെപ്യൂട്ടി സെക്രട്ടറിമാർ, അണ്ടർ സെക്രട്ടറിമാർ, സെക്ഷൻ ഓഫീസർമാർ എന്നിവർ ഇവരെ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരാരാണ്? IAS കേഡറുള്ള ഇവരെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരാരാണ്? സ്പെഷ്യൽ സെക്രട്ടറിമാർ, അഡീഷണൽ സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, ഡെപ്യൂട്ടി സെക്രട്ടറിമാർ, അണ്ടർ സെക്രട്ടറിമാർ, സെക്ഷൻ ഓഫീസർമാർ എന്നിവരൊക്കെ എന്താണ്? ഈ ഒരു ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നു. നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ അറിയപ്പെടുന്നതാണെന്ത്? ഭരണ നവീകരണം. ഇത് SCRTയിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ നടപടികൾ അറിയപ്പെടുന്നത് എന്താണ്? ഭരണ നവീകരണം. എന്താണ്? ഭരണ നവീകരണം. നമ്മളെ SCRTയിലെ പൊതുഭരണം എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന ഒരു കാര്യമാണ് ഈ ഭരണ നവീകരണം എന്നുള്ളത്. ഓക്കെ. സെക്രട്ടേറിയറ്റ് മാനുവൽ. നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ് സെക്രട്ടേറിയറ്റ് മാനുവൽ എന്ന് നോക്കാം. സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെ സൂചിപ്പിക്കുന്ന മാർഗ്ഗരേഖയാണെന്ത്? സെക്രട്ടേറിയറ്റ് മാനുവൽ എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം 1957. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മാർഗ്ഗരേഖയാണെന്ത്? സെക്രട്ടേറിയറ്റ് മാനുവൽ എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം 1957. തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെയും മദ്രാസ് സംസ്ഥാനത്തിൻ്റെയും ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചാണ് കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെയും മദ്രാസ് സംസ്ഥാനത്തിൻ്റെയും ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ തിരുക്കൊച്ചി, മദ്രാസ് സംസ്ഥാനങ്ങളുടെ ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചുകൊണ്ടാണ് കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് മാനുവൽ നിലവിൽ വന്ന വർഷം 1957. സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മാർഗ്ഗരേഖയാണെന്ത്? സെക്രട്ടേറിയറ്റ് മാനുവൽ. റവന്യൂ ഗൈഡ്. എന്താണ് റവന്യൂ ഗൈഡ്? റവന്യൂ വകുപ്പിൽ കാലികമായി വരുത്തുന്ന ഭേദഗതികളും പുതുതായി നിർമ്മിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പുറത്തിറക്കുന്ന പുസ്തകമാണ് റവന്യൂ ഗൈഡ്. അപ്പോൾ റവന്യൂ ഗൈഡ് എന്താണ്? കേരള സർക്കാർ പുറത്തിറക്കുന്ന ഒരു പുസ്തകമാണ്. എന്തിനെ സംബന്ധിച്ചുള്ള പുസ്തകമാണെന്ന് ചോദിച്ചാൽ റവന്യൂ വകുപ്പിൽ കാലികമായി വരുത്തുന്ന ഭേദഗതികൾ, കാലാനുസൃതമായി റവന്യൂ വകുപ്പിൽ വരുത്തുന്ന ഭേദഗതികളെക്കുറിച്ചും പുതുതായി പുതുതായി നിർമ്മിക്കുന്ന നിയമങ്ങളും അതുപോലെ ചട്ടങ്ങളും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പുറത്തിറക്കുന്ന പുസ്തകമാണ് റവന്യൂ ഗൈഡ്. ഇപ്പോൾ കാലകാലങ്ങളായി റവന്യൂ വകുപ്പിൽ എന്ത് ചെയ്യും? ഭേദഗതികൾ വരുത്തും. അതുപോലെ പുതിയതായ നിയമങ്ങളൊക്കെ നിർമ്മിക്കും, നിയമങ്ങളും ചട്ടങ്ങളൊക്കെ നിർമ്മിക്കും. ഇതിനെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പുറത്തിറക്കുന്ന പുസ്തകമാണെന്ത്? റവന്യൂ ഗൈഡ്. റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. ILDM അഥവാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണെന്ത്? റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ആരാണ്? ILDM ആണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സർവീസുകൾ നിലവിൽ വന്ന വർഷങ്ങൾ നോക്കാം. ഇന്ത്യൻ ഫോറിൻ സർവീസ് നിലവിൽ വന്നത് 1946. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് 1966. ഇപ്പോൾ ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അതും IFS ആണ്. അപ്പോൾ ഫോറിൻ സർവീസ്
1946 നിലവിൽ വന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് നിലവിൽ വന്നതാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. കൃത്യം 20 വർഷത്തിന് ശേഷമാണ് 1966 ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്നത്. ഇന്ത്യൻ എക്കണോമിക് സർവീസ് ആണെങ്കിൽ 1961 ഇന്ത്യൻ പോലീസ് സർവീസ് അഥവാ IPS നിലവിൽ വന്നത് 1948. അപ്പോൾ നമുക്കറിയാം 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേ വർഷം 1948 IPS അഥവാ ഇന്ത്യൻ പോലീസ് സർവീസ് നിലവിൽ വന്നത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് 1946 ഇന്ത്യൻ ഫോറിൻ സർവീസ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഫോറിൻ സർവീസ് നിലവിൽ വന്നത് 1946 സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒരു വർഷം മുമ്പാണ്. അത് വന്നു കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷം 1966 എന്ത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വരുന്നതിൻ്റെ 5 വർഷം മുമ്പാണ് എന്ത് ഇന്ത്യൻ എക്കണോമിക് സർവീസ് നിലവിൽ വന്നത് 1961. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റുമായിട്ട് ഈ ഡേറ്റിനെയൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വന്നത് IPS ഇന്ത്യൻ പോലീസ് സർവീസ് 1948. സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ ഒരു വർഷം മുമ്പ് നിലവിൽ വന്നത് ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS 1946. ഇന്ത്യൻ ഫോറിൻ സർവീസ് നിലവിൽ വന്ന് 20 വർഷത്തിന് ശേഷം 1966 നിലവിൽ വന്നത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് IFS. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് 1966 നിലവിൽ വന്നു പറഞ്ഞു. അതിൻ്റെ 5 വർഷം മുമ്പാണെന്ത് ഇന്ത്യൻ എക്കണോമിക് സർവീസ് നിലവിൽ വന്നത് 1961. ഏതാണ് 1961. ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്കറിയുന്ന ഒരു വർഷത്തുമ്മേ ചുറ്റിപ്പറ്റി കണക്ട് ചെയ്ത് വെച്ചാൽ ആ ഫാക്റ്റ് നിങ്ങളൊരിക്കലും മറക്കില്ല. അതുപോലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുകയും ചെയ്യില്ല. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ചില കേരള ഗവൺമെൻറ് രൂപീകരിച്ച ചില നിയമങ്ങൾ ചട്ടങ്ങളെക്കുറിച്ച് നോക്കാം. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് KS ആൻഡ് SSR 1958. ഇപ്പോൾ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് നിലവിൽ വന്നതെന്നാണ് 1958. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമന രീതികൾ, സീനിയോറിറ്റി, പ്രൊബേഷൻ, പ്രൊമോഷൻ തുടങ്ങിയ ചട്ടങ്ങളാണെന്ത് KS ആൻഡ് SSR 1958 ഉൾപ്പെടുന്നത്. സർക്കാർ സർവീസിലെ നിയമനങ്ങൾക്കെന്ന പോലെ സർക്കാർ നിയന്ത്രണത്തിലോ ഉടമസ്ഥതയിലോ ഉള്ള യൂണിവേഴ്സിറ്റികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ എന്നീ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്കും പൊതുവായ ചട്ടങ്ങൾ ബാധകമായിരിക്കും. കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ KS ആൻഡ് SSR നിലവിൽ വന്നതെന്നാണ് 1958. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരമാണെന്ത് ഈ ചട്ടം കേരള സർക്കാർ രൂപീകരിച്ചത്. ഈ ചട്ടത്തിൽ 3 ഭാഗങ്ങളാണ്. അതിൽ 1-ാം ഭാഗത്തിൽ പൊതുവായ വിഷയങ്ങളെക്കുറിച്ചുള്ള നിർവചനമാണ്. 2-ാം ഭാഗത്തിൽ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചട്ടങ്ങളെക്കുറിച്ചാണ്. 3-ാം ഭാഗത്തിൽ പറയുന്നത് വിവിധ സർവീസുകൾ, അതുപോലെ പ്രത്യേക നിയമങ്ങൾ എന്നിവയെക്കുറിച്ചാണ് 3-ാം ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂളിൽ 3 ഭാഗങ്ങളാണ്. 1-ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നത് പൊതുവായ വിഷയങ്ങളെക്കുറിച്ചുള്ള നിർവചനമാണ്. 2-ാം ഭാഗത്തിൽ പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചട്ടങ്ങളെക്കുറിച്ചാണ്. 3-ാം ഭാഗത്തിൽ പറയുന്നത് വിവിധ സർവീസുകൾ, സ്പെഷ്യൽ റൂൾസ് അല്ലെങ്കിൽ പ്രത്യേക നിയമങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. ഇനി KS ആൻഡ് SSR സെക്ഷൻ 9 പറയുന്നത് താൽക്കാലിക നിയമനത്തെക്കുറിച്ചാണ്. KS ആൻഡ് SSR സെക്ഷൻ 9 പറയുന്നത് താൽക്കാലിക നിയമനത്തെക്കുറിച്ചാണ്. സെക്ഷൻ 19 പറയുന്നത് സസ്പെൻഷൻ, അതുപോലെ പ്രൊബേഷൻ, പിരിച്ചുവിടൽ എന്നിവയെക്കുറിച്ചാണ്. ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ, പ്രൊബേഷൻ, പിരിച്ചുവിടൽ എന്നിവയെക്കുറിച്ച് പറയുന്ന KS ആൻഡ് SSR സെക്ഷനാണ് സെക്ഷൻ 19. സെക്ഷൻ 9 പറയുന്നത് താൽക്കാലിക നിയമനമാണ്. അപ്പോൾ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂള് നിലവിൽ വന്നത് 1958. 3 ഭാഗങ്ങൾ. ഭരണഘടനയുടെ 309-ാം വകുപ്പ് പ്രകാരമാണെന്ത് ഈ ചട്ടങ്ങൾ രൂപീകരിച്ചത്. ഇതിൻ്റെ ഭാഗം 1 പറയുന്ന വിഷയം പൊതുവായ വിഷയത്തെക്കുറിച്ചുള്ള നിർവചനമാണ്. ഭാഗം 2 സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട ചട്ടങ്ങളെക്കുറിച്ച് പറയുന്നു. ഭാഗം 3 വിവിധ സർവീസുകൾ, അതുപോലെ പ്രത്യേക നിയമനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്നു. ഇതിൻ്റെ സെക്ഷൻ 9 താൽക്കാലിക നിയമനത്തെക്കുറിച്ച് പറയുന്നു. സെക്ഷൻ 19 പറയുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ, അതുപോലെ പ്രൊബേഷൻ, അവരുടെ പിരിച്ചുവിടൽ എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്നത് സെക്ഷൻ 19.
അടുത്ത ചട്ടമാണ് കേരള സർവീസ് റൂൾ അല്ലെങ്കിൽ KSR. നിലവിൽ വന്നത് 1959. അപ്പോൾ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ 1958 കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത് 1959. ഇനി നമുക്ക് വേറെ റൂളും കൂടി പഠിക്കാണ്ട് കേരള സിവിൽ സർവീസ് നിയമം. അത് വന്നത് 1960. ഇങ്ങനെ അടുപ്പിച്ചുള്ള 3 വർഷങ്ങളിൽ വന്ന നിയമങ്ങളാണ്. അപ്പോൾ കേരള സർവീസ് റൂൾ 1959 കുറിച്ച് നോക്കാം. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ചു ചേർത്ത് സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഏകീകരിക്കുവാനായി രൂപപ്പെടുത്തിയ ഏകീകൃത ചട്ടങ്ങൾ അടങ്ങിയ നിയമമാണ് കേരള സർവീസ് റൂൾസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരമാണെന്ത് ഈ നിയമവും രൂപപ്പെടുത്തിയത്. കേരള സർവീസ് റൂൾസ് നിയമം നിലവിൽ വന്നതെന്നാണ് 1959 കേരള പിറവി ദിനത്തിലാണ്, നവംബർ 1-നാണ്. 1959 നവംബർ 1-നാണ് കേരള സർവീസ് റൂൾസ് നിലവിൽ വന്നത്. 1956 നവംബർ 1 മുതൽ കേരള സംസ്ഥാന സർവീസിൽ നിയമനം നേടിയ എല്ലാ ഓഫീസർമാർക്കും എന്താണ് കേരള സർവീസ് റൂൾ 1959 ബാധകമാണ്. നിലവിൽ വന്നത് 1959 നവംബർ 1 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരം തന്നെയാണ് ഈ ഒരു ചട്ടവും നിലവിൽ വന്നത്. നോട്ട് ചെയ്ത് വെക്കുക. ഈ KS ആൻഡ് SSR 1958 പോലെ തന്നെയാണ് KSR അല്ലെങ്കിൽ കേരള സർവീസ് റൂളിനും എന്താണ് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഈ 3 ഭാഗങ്ങളിൽ ഒന്നാം ഭാഗത്തിൽ വരുന്നത് സേവനത്തെക്കുറിച്ചുള്ള പൊതുവായ വ്യവസ്ഥകളെക്കുറിച്ചാണ് ഒന്നാം ഭാഗത്തിൽ പരാമർശിക്കുന്നത്. ഒന്നാം ഭാഗത്തിൽ 11 അധ്യായങ്ങളാണുള്ളത്. ഒന്നാം ഭാഗത്തിൽ 11 അധ്യായങ്ങളാണുള്ളത്. ലീവ്, ശമ്പള നിശ്ചയം, ജോലി സമയം എന്നിവയെക്കുറിച്ച് ഭാഗം 1-ലാണ് പറയുന്നത്. 1 മുതൽ 159 വരെയുള്ള ചട്ടങ്ങളാണെന്ത് ഭാഗം 1-ലുള്ളത്. അപ്പോൾ ഒന്നാം ഭാഗത്തിൽ 1 മുതൽ 159 വരെയുള്ള ചട്ടങ്ങളാണുള്ളത്. അതുപോലെ സേവനത്തിൻ്റെ പൊതുവായ വ്യവസ്ഥകൾ, ലീവ്, ശമ്പള നിശ്ചയം, ജോലി സമയം എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്ന ഭാഗമാണ് ഭാഗം 1. ഭാഗം 1-ൽ 11 അധ്യായങ്ങളാണ് ഉള്ളത്. രണ്ടാം ഭാഗം ഉദ്യോഗസ്ഥരുടെ യാത്രാ സംബന്ധമായ നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാം ഭാഗം പറയുന്നത് ഉദ്യോഗസ്ഥരുടെ യാത്രാ സംബന്ധമായ നിയമങ്ങളെക്കുറിച്ചാണ്. രണ്ടാം ഭാഗത്തിൽ 5 അധ്യായങ്ങളാണ്. നോട്ട് ചെയ്യുക, രണ്ടാം ഭാഗത്തിൽ 5 അധ്യായമാണ്. ഒന്നാം ഭാഗത്തിൽ 11 അധ്യായമാണ്. രണ്ടാം ഭാഗത്തിൽ 5 അധ്യായങ്ങളാണ്. അതുപോലെ രണ്ടാം ഭാഗത്തിൽ 1 മുതൽ 116 വരെയുള്ള ചട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാം ഭാഗത്തിൽ 1 മുതൽ 116 വരെയുള്ള ചട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മൂന്നാം ഭാഗത്തിൽ പറയുന്നത് പെൻഷൻ നിയമത്തെക്കുറിച്ചാണ്. മൂന്നാം ഭാഗത്തിൽ 10 അധ്യായങ്ങളാണുള്ളത്. മൂന്നാം ഭാഗത്തിൽ 10 അധ്യായങ്ങളാണുള്ളത്. 1 മുതൽ 151 വരെയുള്ള ചട്ടങ്ങളാണ് മൂന്നാം ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ മൂന്നാം ഭാഗത്തിലുള്ള അധ്യായങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 അധ്യായങ്ങളാണെന്ത് മൂന്നാം ഭാഗത്തിലുള്ളത്. ഈ പറയുന്നത് 1 മുതൽ 151 വരെയുള്ള ചട്ടങ്ങളെക്കുറിച്ചാണ് മൂന്നാം ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഇതാണെന്ത് കേരള സർവീസ് റൂള് 1959 എന്ന് പറയുന്നത്. കേരള സർവീസ് റൂള് അല്ലെങ്കിൽ KSR 1950 കുറിച്ച് പറയുന്നത് ഇതാണ്. അടുത്തതാണെന്ത് കേരള സിവിൽ സർവീസ് ചട്ടം എന്ന് പറയുന്നത്. കേരള സിവിൽ സർവീസ് നിയമം തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും 1960. അപ്പോൾ കേരള സിവിൽ സർവീസ് നിയമം നിലവിൽ വന്നത് 1960-ലാണ്. കേരള സിവിൽ സർവീസസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും എന്നാണെന്ത് ഈ ഒരു ചട്ടങ്ങളുടെ പേര്. കേരള സിവിൽ സർവീസിൻ്റെ വർഗീകരണവും ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾക്കെതിരെയുള്ള അപ്പീലുകളെ പറ്റിയുമാണ് ഈ ഒരു ചട്ടങ്ങളിൽ പരാമർശിക്കുന്നത്. കേരള സിവിൽ സർവീസിൻ്റെ വർഗീകരണം, ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾക്കെതിരെയുള്ള അപ്പീലുകൾ ഇവയെക്കുറിച്ചാണെന്ത് ഈ ഒരു ചട്ടങ്ങളിൽ പരാമർശിക്കുന്നത്. ഈ ചട്ടങ്ങൾ സർക്കാർ സർവീസിലിരിക്കുന്ന ജീവനക്കാർക്കും സർവീസിലിരിക്കെ ശിക്ഷാ നടപടികൾ തുടങ്ങുകയും എന്നാൽ അവ പൂർത്തീകരിക്കുന്നതിന് മുൻപ് റിട്ടയർ ചെയ്യപ്പെട്ടവർക്കും ബാധകമാണ്. ഈ ചട്ടങ്ങൾ സർക്കാർ സർവീസിലിരിക്കുന്ന ജീവനക്കാർക്കും സർവീസിലിരിക്കെ ശിക്ഷാ നടപടികൾ തുടങ്ങുകയും എന്നാൽ അവ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് റിട്ടയർ ചെയ്യപ്പെട്ടവർക്കും എന്താണ് ബാധകമാണ്. ഓൾ ഇന്ത്യ സർവീസ്, കാഷ്വൽ ജീവനക്കാർ, നോട്ടീസ് നൽകാതെ സർവീസിൽ നിന്ന് പിരിച്ചേക്കപ്പെടാവുന്നവർ എന്നിവർക്ക് ഈ ചട്ടങ്ങൾ ബാധകമല്ല. അപ്പോൾ കേരള സിവിൽ സർവീസ് നിയമം ബാധകമല്ലാത്ത ആളുകൾ ആരൊക്കെയാണ്?
അഖിലേന്ത്യാ സർവീസുകാർ, ഓൾ ഇന്ത്യ സർവീസ് ആളുകൾ, അതുപോലെ കാഷ്വൽ ജീവനക്കാർ, അതുപോലെ നോട്ടീസ് നൽകാതെ സർവീസിൽ നിന്ന് പിരിച്ചയക്കപ്പെടാൻ കഴിയുന്നവർ, ഇവർക്കൊന്നും എന്താണ് ഈ ഒരു സിവിൽ സർവീസ് നിയമം 1960 ബാധകമല്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഇത്രയും നോക്കാം. ഇനി ബാക്കി ഇതിൻ്റെ ഉദ്യോഗസ്ഥ വൃന്ദം, നമ്മൾ SCRT വരുന്ന അവരുടെ സവിശേഷതകൾ, അവരെ സംബന്ധിക്കുന്ന നിയമങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഇത് നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയാത്തൊരു വിഷയമാകൊണ്ട് നമ്മളിങ്ങനെ കൂടുതൽ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിക്കുക. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.